ടോപ്പ് ആൻഡ് ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെണ്ടയ്ക്ക കൊണ്ട് തയ്യാറാക്കിയ ചോറിനോടൊപ്പം കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. ഇതിനായി 12 വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കൂടാതെ 10 ചെറിയ ഉള്ളി, സവോള, വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി പാനിലേക്ക് 3 സ്പൂൺ എണ്ണയൊഴിച്ച് കടുകും 2 വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചതായ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഈ ഉള്ളി നന്നായി വഴണ്ട് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും നല്ലതുപോലെ വഴറ്റി ഏകദേശം വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളവും 2 സ്പൂണോളം വരുന്ന പുളിവെള്ളവും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കാനായി 1/4 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇതുകൂടെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക കറി ഏകദേശം ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായി 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഇതിനെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ കറി നമുക്ക് ചോറിനോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ ചാനൽ കാണുന്നതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.